ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. ഒരു വെറൈറ്റി സേമിയ പായസം. കുറച്ച് ക്യാരറ്റും ഏത്തപ്പഴവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് വരും കേട്ടോ. ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞോ എടുക്കാം. പിന്നെ ഒരു ചെറിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പഴം വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. അതും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/2 കപ്പ് പാലൊഴിക്കുകയാണ്, പശുവും പാല്. അതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. ഇനി ഇത് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ക്യാരറ്റും ഏത്തപ്പഴവും വെന്ത് കിട്ടും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി തീ കൂട്ടി വെക്കണ്ട. പാലും കൂടി ചേർത്ത് വേവിക്കുന്ന ആയതുകൊണ്ട് പിരിഞ്ഞ് പെട്ടെന്ന് അങ്ങ് വറ്റി ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ അതേ ക്യാരറ്റും ഏത്തപ്പഴവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവ നല്ലോണം മാറണം. ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ചൂട് മാറിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ക്യാരറ്റും ഏത്തപ്പഴവും ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ആ പാലൊക്കെ ബാക്കി ഉണ്ടാവും. ആ ഒരു ഈർപ്പത്തിൽ തന്നെ നല്ലപോലെ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചിട്ടുണ്ട്. കുറച്ച് ഏത്തപ്പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. അത് പായസത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒരു വലിയ പാൻ വയ്ക്കുക. പായസം ഉണ്ടാക്കുന്ന പാനിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ. ഒരുപാട് നെയ്യുടെ ആവശ്യമില്ല കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് സേമിയ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്ത സേമിയ ആണേലും ജസ്റ്റ് ഒന്ന് നെയ്യിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ നിറമൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ സേമിയ ഇതുപോലെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലോട്ട് തന്നെ 2.5 കപ്പ് പാലൊഴിക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഈ പാലും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് ചൂടായി ഏകദേശം ഒന്ന് തിളയ്ക്കുന്നൊരു പരുവത്തിൽ ആവണം. കണ്ടോ, പാല് കണ്ടോ നല്ലതായിട്ട് ചൂടായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 12 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ ഈ പഞ്ചസാര അലിയുന്നത് വരെ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം. നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സേമിയ വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ, അടിയിലൊന്നും പിടിക്കരുത്. സേമിയ വേവുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകാൻ തുടങ്ങും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ സേമിയ പാകത്തിന് വെന്തു. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് കുറച്ച് പഞ്ചസാരയും ഒരു 4-5 ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതാണ്. അതിനകത്തുനിന്ന് ഒരു 4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏലക്കാപ്പൊടിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. ചിലപ്പോൾ ഏലക്ക മാത്രമൊക്കെ പൊടിയായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ക്യാരറ്റും ഏത്തപ്പഴവും കൂടി അരച്ച് വെച്ചില്ലേ, അത് ചേർക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ വെച്ച് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഈ കട്ടയൊക്കെ മാറി നല്ല അതിനകത്ത് നന്നായിട്ടങ്ങ് മിക്സായിട്ട് വരണം. ഒരുപാട് സമയം തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയൊന്നും വേണ്ട. കാരണം ഇത് ചേർത്തൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ പാകത്തിന് കുറുകിയൊക്കെ വന്നോളും. പിന്നെ ഇത് ഒത്തിരി കുറുകിയിരിക്കുന്നേക്കാളും ഇതാണ് ഈ ഒരു പരുവത്തിലിരിക്കുന്നതാണ് നല്ലത്. പിന്നെ സേമിയയും കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സേമിയ പായസം, സ്പെഷ്യൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കാഷ്യൂനട്ടോ ഉണക്കമുന്തിരിങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ അതൊന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. എനിക്കിതിങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി സേമിയ പായസം റെഡി. ഇടയ്ക്ക് ചെറിയ ചെറിയ ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.
ഈസി അല്ലേ? എപ്പോഴും ഒരേ രീതിയിൽ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിങ്ങനെ നല്ല ചൂടോടുകൂടി കഴിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാനും നല്ലതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.